ന്യൂയോർക്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ഇമെയിൽ സന്ദേശത്തെപ്പറ്റി അതിന് ഉത്തരം പറയാനായിട്ട് ഞാനൊന്ന് ശ്രമിക്കാം. രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ലിപ്പിറ്റോർ മരുന്ന്, സ്റ്റാറ്റിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നിനെ പറ്റിയാണ് ഇന്നത്തെ ചോദ്യം. Doctor, I have been on treatment for high cholesterol for the past 7 years with a medicine called Lipitor. My cholesterol is normal for the last 4 years. I asked my doctor whether I can now stop the Lipitor. He says that I should continue taking it, and Lipitor may even help people who do not have a high cholesterol. Even with normal cholesterol, it can help. Is it true? Can I stop Lipitor? ആദ്യമേ പറയട്ടെ, രക്തത്തിൽ അമിതമായി ഉയർന്നു കാണുന്ന കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്കിന്, സ്ട്രോക്കിന് ഒക്കെ കാരണമാകുന്ന ഒരു മേജർ റിസ്ക് ഫാക്ടറാണെന്ന കാര്യത്തിൽ ഇന്ന് യാതൊരു സംശയവുമില്ല. അല്ലേന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതല്ല പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റിക്കാരെന്നൊരു കൂട്ടർ ഇന്നും അമേരിക്കയിലുണ്ട്. അതുപോലെ ഒരു കൂട്ടരാണ് അവരെന്ന് കരുതിയാൽ മതിയാകും. 2 തരം കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊളസ്ട്രോൾ, അതായത് HDL കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ അഥവാ LDL കൊളസ്ട്രോൾ. നല്ല കൊളസ്ട്രോൾ HDL കൊളസ്ട്രോളിൻ്റെ അളവ് പുരുഷന്മാരിൽ 40-ന് മുകളിലും സ്ത്രീകളിൽ 50-ന് മുകളിലും ആയിരിക്കുന്നതാണ് ഉത്തമം. ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനുമൊക്കെ കാരണമായി തീരുന്ന ആർട്ടറിയോസ്ക്ലീറോട്ടിക് പ്ലെക്സ്, രക്തധമനികൾക്കുള്ളിൽ ഉണ്ടാകുന്നത് LDL കൊളസ്ട്രോൾ, അതായത് ബാഡ് കൊളസ്ട്രോൾ 130-ന് മുകളിലായിരിക്കുമ്പോഴാണ്. എന്നാൽ ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൃദ്രോഗത്തിൻ്റെ ഫാമിലി ഹിസ്റ്ററി തുടങ്ങി ഉള്ള ആൾക്കാർ ഹൈ റിസ്ക് ഉള്ളവരാണെങ്കിൽ അവരുടെ LDL കൊളസ്ട്രോൾ 100 താഴെ ആയിരിക്കുന്നതാണ് ഏറെ നല്ലത്. കൊളസ്ട്രോളിനെ പറ്റി ദീർഘകാലം ഗവേഷണം നടത്തിയിട്ടുള്ള എൻ്റെ സ്നേഹിതനായ ഒരു പ്രസിദ്ധനായ കാർഡിയോളജിസ്റ്റ് പലപ്പോഴും പറയാറുണ്ട്, മലയാളിയായി ജനിക്കുന്നത് തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായി കരുതണം. അതുകൊണ്ട് എല്ലാ മലയാളികൾക്കും LDL കൊളസ്ട്രോൾ 100 താഴെ ആയിരിക്കണമെന്ന്. പ്രായമായ മലയാളികളുടെ ഇടയിലെ വ്യാപകമായ ഹൃദ്രോഗം കാണുമ്പോൾ അദ്ദേഹം പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് സമ്മതിക്കാതിരിക്കുക സാധ്യമല്ല. LDL കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നവരിൽ ഒരു 3-4 മാസം കാലത്തേക്ക് ദിവസവും 45 മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ ഉപദേശിക്കാം. ഫാറ്റും കൊളസ്ട്രോളും കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ച് ശ്രമിച്ച് നോക്കാനൊക്കെ പറയാം. എന്നാൽ ഈ 3-4 മാസത്തിനകം LDL കൊളസ്ട്രോൾ നോർമൽ ആകുന്നില്ലെങ്കിൽ പലപ്പോഴും സ്റ്റാറ്റിൻ ഗ്രൂപ്പിൽപ്പെട്ട ലിപ്പിറ്റോർ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. ന്യൂയോർക്കിൽ നിന്നുള്ള ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് പോലെ അമേരിക്കയിലെ ഒരു 40-50 വയസ്സിന് മുകളിലുള്ള മലയാളികളിൽ ഒരു നല്ല പങ്ക് ഇന്ന് സ്റ്റാറ്റിൻ മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്. ലിപ്പിറ്റോർ, മെവക്കോർ, ട്രവക്കോർ, സോക്കോർ, പെസ്റ്റ് തുടങ്ങിയ സ്റ്റാറ്റിൻ മരുന്നുകൾ മിക്ക മലയാളികളുടെയും വീട്ടിൽ ചെന്നാൽ അവരുടെ മേശപ്പുറത്തിരിക്കുന്നത് കാണാം. സ്റ്റാറ്റിൻ മരുന്നുകൾ അതിൻ്റെയുള്ള സാധാരണ പാർശ്വഫലങ്ങൾ വയറ്റുവേദന, മനം മറിച്ചിൽ തുടങ്ങിയവയാണ്. വൈകുന്നേരം ഭക്ഷണത്തോടൊപ്പം മരുന്ന് കഴിച്ചാൽ പലപ്പോഴും ഇത്തരം പാർശ്വഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. അപൂർവമായി മസിൽ വേദനയും വീക്ക്നെസ്സുമൊക്കെ അനുഭവപ്പെടാം. വളരെ വളരെ അപൂർവമായി സീരിയസ് ആയിട്ടുള്ള റാബ്ഡോമയോലൈസിസ്, മസിലിനെ ബാധിക്കുന്ന ഒരു രോഗമുണ്ടാകാം. അതുപോലെ തന്നെ സ്റ്റാറ്റിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ കഴിക്കുന്നവർ ഇടവിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ലിവർ ഫങ്ഷനെയും ഇത് അഫക്റ്റ് ചെയ്യാം. ലിവറിന് അസുഖമുള്ളവർ വളരെ സൂക്ഷിച്ച് വേണം ഈ മരുന്ന് കഴിക്കുന്നത്. എങ്കിലും ഈ ലോകത്ത് നിന്ന് ലക്ഷോപലക്ഷം ആൾക്കാർ സ്റ്റാറ്റിൻ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ വളരെ വളരെ സേഫ് ആയിട്ടുള്ളൊരു മരുന്നാണ് ഇത്. ന്യൂയോർക്കിലെ എൻ്റെ സ്നേഹിതൻ ചോദിച്ചു, കഴിഞ്ഞ 3 വർഷമായി കൊളസ്ട്രോൾ നോർമലാണ്, ഇനിയും മരുന്ന് നിർത്താമോ എന്ന്. നിർത്തുക പ്രയാസമാണ്. സ്റ്റാറ്റിൻ മരുന്നുകൾ സാധാരണ ആജീവനാന്തം ഉപയോഗിക്കേണ്ടി വരും. മരുന്ന് നിർത്തിയാൽ വീണ്ടും LDL കൊളസ്ട്രോൾ വീണ്ടും കൂടിയെന്നിരിക്കും.
ഭക്ഷണം ക്രമീകരിച്ചും വ്യായാമം കൊണ്ടും കൊളസ്ട്രോൾ കുറയ്ക്കാമെന്ന് ന്യൂയോർക്കിലെ സ്നേഹിതന് നല്ല വിശ്വാസമുണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്ക് വേണേൽ ലിപ്പിറ്റോർ നിർത്തി നോക്കിക്കൂ. പക്ഷേ വീണ്ടും കൊളസ്ട്രോള് ചെക്ക് ചെയ്യണം. കൊളസ്ട്രോൾ വീണ്ടും കൂടുന്നെങ്കിൽ വീണ്ടും ആ മരുന്നിലേക്ക് തിരികെ പോകണം. കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ നോർമൽ കൊളസ്ട്രോൾ കൂടുന്നുണ്ടെങ്കിൽ വീണ്ടും മരുന്നിലേക്ക് തിരികെ പോകണം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലല്ല, കൊളസ്ട്രോൾ നോർമലാണ്, അവർ സ്റ്റാറ്റിൻ പോലെയുള്ള ലിപ്പിറ്റോർ പോലെയുള്ള മരുന്നുകൾ കഴിക്കണോ? അതിൻ്റെ ഉത്തരം സ്വല്പം കൂടെ കോംപ്ലിക്കേറ്റഡാണ്. സ്റ്റാറ്റിൻ മരുന്നുകൾ ഹൃദ്രോഗവും സ്ട്രോക്കുമൊക്കെ പ്രതിരോധിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ മാത്രമല്ല എന്ന് ഇന്ന് നമുക്കറിയാം. നോർമൽ കൊളസ്ട്രോൾ ഉള്ളവരിൽ പോലും ചിലപ്പോൾ ഹൃദ്രോഗവും സ്ട്രോക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത് രക്തധമനികൾക്കുള്ളിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ്. രക്തധമനിക്കുള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന അവസരത്തിൽ അവിടെ ഉള്ള ആർട്ടീരിയോസ്ക്ലിറോട്ടിക് പ്ലേക്കുകളിൽ രക്തം കട്ട പിടിക്കും. അത് അവിടെ നിന്നിളകി മറ്റ് സ്ഥലങ്ങളിലേക്ക് രക്തത്തിലൂടെ യാത്ര ചെയ്ത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കിനുമൊക്കെ കാരണം ആയിത്തീരാം. രക്തധമനിക്കുള്ളിൽ ഇത്തരം ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് അറിയുവാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രയോജനപരമായ ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മുടെ കൈവശമുണ്ട്. CRP ടെസ്റ്റ്, റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ജനറൽ CRP ടെസ്റ്റ് നടത്തിയാൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ രക്തധമനിക്കുള്ളിലെ ഇൻഫ്ലമേഷൻ കണ്ടുപിടിക്കാൻ വെരി സ്പെസിഫിക് CRP ടെസ്റ്റ് എന്നൊന്നും ഉണ്ട്. കൊളസ്ട്രോളിനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വെരി സ്പെസിഫിക് CRP ടെസ്റ്റ് കൂടി ചെയ്തിരിക്കണം. അടുത്ത തവണ ഡോക്ടറെ കാണുമ്പോൾ വെരി സ്പെസിഫിക് CRP ടെസ്റ്റ് ചെയ്യുവാൻ കൂടി ആവശ്യപ്പെടണം. CRP ടെസ്റ്റ് 1 mg/L താഴെയാണെങ്കിൽ അത് നോർമലാണ്. 1-നും 3-നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് കാർഡിയാക് റിസ്ക് ഉണ്ട്. 3-ൽ മുകളിലാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനും സ്ട്രോക്ക് ഉണ്ടാകുവാനുമുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നു. വെരി സ്പെസിഫിക് CRP ലെവൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ നോർമലാണെങ്കിൽ പോലും ലിപ്പിറ്റോർ പോലെയുള്ള സ്റ്റാറ്റിൻ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ന്യായീകരിക്കപ്പെടും. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ പ്ലേക്ക് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഈ സ്റ്റാറ്റിൻ മരുന്ന് കഴിയുന്നത് മൂലമാണ് ഹാർട്ട് അറ്റാക്കൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ സ്റ്റാറ്റിനെ പറ്റി പറയുമ്പോൾ ഈ മരുന്ന് കമ്പനികളുടെ പരസ്യങ്ങൾ കാണുമ്പോൾ ഈ സ്റ്റാറ്റിൻ മരുന്നുകൾ കുടിക്കുന്ന വെള്ളത്തിൽ പബ്ലിക് വാട്ടർ സപ്ലൈയിൽ കൂടി കലർത്തുന്നത് നല്ലതാണെന്ന് അവരുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നും. അത്രയൊന്നും പോയില്ല എങ്കിലും ആവശ്യമുള്ള രോഗികൾക്ക് വളരെ വളരെ പ്രയോജനകരമായ മരുന്നുകളാണ് സ്റ്റാറ്റിൻ മരുന്നുകൾ. അതുകൊണ്ട് ഇമെയിൽ അയച്ചു തന്ന ന്യൂയോർക്കിലെ കൈരളിയുടെ പ്രേക്ഷകൻ ലിപ്പിറ്റോർ മരുന്ന് നിശ്ചയമായിട്ടും തുടരണം. അതോടൊപ്പം വെരി സ്പെസിഫിക് CRP ടെസ്റ്റ് ചെയ്യുവാൻ അടുത്ത തവണ ഡോക്ടറെ കാണുമ്പോൾ പറയാനും മറക്കാതിരിക്കും.